പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് പ്രതിപക്ഷം ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരു കാര്യമാണ് കെ ബി ഗണേഷ് കുമാർ വിവാദം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ സർക്കാർ ഉയർത്തുന്ന സ്ത്രീപക്ഷ നിലപാട് മൂന്നാം സർക്കാരിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും വികസനത്തിനൊപ്പം ഉയർത്തുന്നതാണ് ഈ പറയുന്ന സ്ത്രീപക്ഷ നിലപാട്. ആ നിലപാടിനടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അവരുടെ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. 2013 കാര്യം, അതായത് 2013 പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും ഇതേ സമാനമായ കാര്യത്തിൽ കെ ബി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രിക്കടക്കം പറയാനുള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. ഏതായാലും ഒരു സമവായ നീക്കം അത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹം ഭാര്യയെ വിളിക്കുന്നു, അതൊരു പരാതിയിലേക്ക് പോകാതെ ഒരു അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭാര്യ സഹോദരിയുമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ഒരു വൈകാരികമായ പ്രശ്നമായിരുന്നു, അതിന്റെ പേരിലുള്ള പ്രതികരണമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, നിയമപരമായ നടപടികളുമായി മുന്നോട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ ഈ മൊമെന്റിനെ സംബന്ധിച്ച് ഗണേഷ് കുമാറിന് അത് ആശ്വാസകരമാണ്. ഏതായാലും പ്രതിപക്ഷം അത് അങ്ങനെ കാണാൻ വഴിയില്ല. മാത്രമല്ല, ക്യാബിനറ്റിന് ശേഷം മുഖ്യമന്ത്രി ഗണേഷ് കുമാറുമായി സംസാരിച്ചാൽ അത് എന്ത് തരം കാര്യമായിരിക്കും സംസാരിക്കുക? മാത്രമല്ല, രാജി എന്ന ആവശ്യം CP ഇക്കാര്യത്തിൽ ശക്തമാക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം KSRTC ആശുപത്രി മന്ദിരങ്ങളുടെ ഉദ്ഘാടനം അത് കെ ബി ഗണേഷ് കുമാർ നിർവഹിക്കും. അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ വിശദമായി പ്രതികരിക്കും എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊരു 11:30 അല്ലെങ്കിൽ 12 മണിയോടുകൂടി പ്രതീക്ഷിക്കാം. പക്ഷേ രാഷ്ട്രീയമായി കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ പിന്നോട്ടടിയാണ്. പക്ഷേ അതിന് അദ്ദേഹം അനുനയ നീക്കം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിജീവിച്ചാൽ തന്നെ വരും മണിക്കൂറുകളിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്, അതേപോലെ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾ ഉയർത്തുന്ന കാര്യങ്ങൾ അത് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നിർണായകമാണ്. CPയുടെ പ്രതികരണവും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. SKN ാണ് വിവരങ്ങൾ നൽകിയത്. ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN ഈ വിഷയമുണ്ടായപ്പോൾ തന്നെ മുഖ്യമന്ത്രി CPIM നേതാക്കളുമായും മുന്നണി നേതൃത്വവുമായും അടക്കം സംസാരിച്ചിട്ടുണ്ട്. വിഷയം എങ്ങനെയാണ് വളരുന്നത് എന്ന കാര്യമായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നോക്കിക്കണ്ടിരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൂടി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വലിച്ചിടാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ മകളോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ് ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളോട് പറയുന്നത് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്, അതുകൊണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടിയെടുത്തില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നടപടിയെടുക്കുന്നതിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ ഗണേഷ് ആകട്ടെ ഇതൊരു കുടുംബ പ്രശ്നമാണ്, തൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നം താൻ തന്നെ പരിഹരിക്കാം എന്ന ഉറപ്പാണ് നൽകിയത്. അങ്ങനെയുള്ള ഒരു പരിഹാര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാര്യ ബിന്ദു മേനോനോട് ഖേദപ്രകടനം നടത്തി ഈ വിഷയം ഒത്തുതീർപ്പാക്കാനായിട്ട് ഗണേഷ് കുമാർ ശ്രമിച്ചത്. എങ്കിൽ പോലും ഈ വിഷയം ഇത്തരം ഒരു സ്ത്രീ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ